ഒരു ദാക്ഷിണ്യവുമില്ലാതെ തോൽപ്പിച്ചവരുടെ നെഞ്ചത്ത് വീണ്ടും കുത്തുന്നത് ശരിയല്ല. പിണറായിയെ ആക്രമിക്കാൻ പോയിട്ട് അർത്ഥവുമില്ല. CPI യോഗത്തിൽ കടുത്ത വിമർശനം. തെറ്റ് ചെയ്ത സമയത്ത് തിരുത്താൻ ശ്രമം നടത്തിയിരുന്നെങ്കിൽ CPIക്ക് പിന്തുണ കിട്ടുമായിരുന്നു എന്നാണ് വിമർശകരുടെ വാദം. ജനം എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് നേതാക്കൾ മനസ്സിലാക്കാതെ പോയതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വന്ന ദയനീയ പരാജയത്തിന് കാരണം. പൊതുജനം കഴുതകളല്ലെന്ന ബോധം ഇക്കൂട്ടർക്ക് കുറച്ചെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചു വോട്ടെങ്കിലും ജനങ്ങൾ കൊടുക്കുമായിരുന്നു. തിരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്തുകൊണ്ടുള്ള ചർച്ചയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനം ഉയർന്നത്. സർക്കാരിനും അതിന്റെ തലവനായ മുഖ്യമന്ത്രിക്കുമെതിരെ ഉണ്ടായ വികാരമാണ് തിരഞ്ഞെടുപ്പിന്റെ ഫലം. എന്നാൽ ഇനിയും പിണറായിയെ ആക്രമിക്കാൻ പോയിട്ട് അർത്ഥമില്ല. ജനമാണ് പിണറായിയെയും ഇടതുമുന്നണിയെയും തോൽപ്പിച്ചത്. ജനം തോൽപ്പിച്ചവരുടെ നെഞ്ചത്ത് വീണ്ടും കുത്തുന്നത് അർത്ഥമില്ലാത്ത കാര്യമാണെന്നും വിമർശകർ പരിഹസിച്ചു. പിണറായി തെറ്റ് ചെയ്ത സമയത്ത് തിരുത്താൻ ശ്രമം നടത്തിയിരുന്നെങ്കിൽ CPIക്ക് കേരളത്തിലെ ഇടതുപക്ഷ അനുകൂലികളുടെ പിന്തുണ കിട്ടുമായിരുന്നു. CPIM അണികളുടെയും പിന്തുണ CPIക്ക് ലഭിക്കുമായിരുന്നു. അങ്ങനെയെങ്കിൽ പിണറായി തിരുത്തുകയും ചെയ്തേനെ. തിരഞ്ഞെടുപ്പ് ഫലവും വ്യത്യസ്തമായേനെ എന്നാണ് എക്സിക്യൂട്ടീവിൽ ഉയർന്ന വാദം. മുസ്ലിം സമുദായത്തെ കൂട്ടുപിടിച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നേരിട്ട പിണറായിക്ക് എല്ലാം കൊണ്ടും കഷ്ടകാലമാണിപ്പോൾ. തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ തിരുത്താൻ ശ്രമിക്കുമെന്ന് പിണറായി വിജയൻ പറഞ്ഞിരുന്നു. ഇനി എവിടെയാണ് തിരുത്താൻ അവസരം എന്നുകൂടി കണ്ടറിയേണ്ടതുണ്ട്. ജനങ്ങൾ മടുത്തു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം. CPMന് ഇനി കേറി വരണമെങ്കിൽ അത് ബാലികേറ മല പോലെ കുറച്ചധികം കഷ്ടപ്പാട് സഹിച്ച് വേണ്ടിവരും. ഇനിയെങ്കിലും ജനങ്ങളോട് തട്ടിക്കയറാതെ അവർക്ക് ഗുണമുള്ളത് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ വരുന്ന നിയമസഭാ ഇലക്ഷനിലെങ്കിലും ചെറിയ പ്രതീക്ഷ വയ്ക്കാം. അതല്ല ഇതേ രീതിയിൽ മുൻപോട്ട് പോകുന്ന പിണറായിക്ക് സ്ഥാനം ചവറ്റുകുട്ടയിൽ തന്നെയാകും.